കഴിഞ്ഞ ദിവസത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം കണ്ടപ്പോൾ എന്തോ ടെസ്റ്റ് കളിയാണ് കാണുന്ന പോലെയാണ് തോന്നിയത്. അമ്മാതിരി തുഴച്ചിലായിരുന്നു. തുഴ ആ അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കളിയിലുണ്ടായിരുന്നത്. സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദുമാണ് ബാറ്റിങ്ങിന് ഇറങ്ങിയത്. സഞ്ജു സാംസൺ 15 ബോളിൽ നിന്ന് 11 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 100-ൽ പോലും എത്താൻ പെട്ട പാട് കണ്ടിട്ട് സങ്കടം വന്നുപോയി. സ്ട്രൈക്ക് റേറ്റ് 73 ഉണ്ടായിരുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ് ആദ്യത്തെ 2 പന്തുകളിൽ നിന്നും 8 റൺസ് അടിച്ച സ്ട്രൈക്ക് റേറ്റ് 400-ൽ കൊണ്ടെത്തിച്ച മനുഷ്യനാണ്. അതിനിടയ്ക്ക് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച ഗെയ്ക്വാദ് കിടന്ന് തുഴാന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. കൊള്ളുന്നുമില്ല, അടിച്ചിട്ട് പോണതുമില്ല, നിന്ന് ഫ്രസ്ട്രേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഗെയ്ക്വാദിൻ്റെ കഴിഞ്ഞ കളി മാറിയത്. നമ്മൾ ഗെയ്ക്വാദിനെ പറ്റി കുറേ തവണ സംസാരിച്ചിട്ടുള്ളതാണ്. ഗെയ്ക്വാദ് ഫോമിലേക്ക് ഉയരണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഗെയ്ക്വാദ് ഫോമിലേക്ക് ഉയർന്നു. 74 റൺ അടിച്ചു. 74 റൺ അടിച്ചത് നമ്മൾ നോക്കുമ്പോഴേക്കും വാവ്, 74 റൺ, ഗെയ്ക്വാദ് ഫോമിലായി എന്ന് പറയാൻ വരട്ടെ. ആ 74 റൺ അടിച്ചത് 60 ബോളിൽ നിന്നാണ്. അതായത് 10 ഓവർ കളിച്ചിട്ട് 74 റണ്ണ്. നിങ്ങളൊരു ടീമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ T20 ഗെയിം 10 ഓവേഴ്സ് 74 റൺസ് എന്ന് പറഞ്ഞൊരു ടീം ടോട്ടൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? എന്താ കാണിക്കണ തുഴയാണെന്ന് തന്നെ ചോദിക്കുക. അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ ഗെയ്ക്വാദിൻ്റെ ഇന്നിങ്സ് കണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ തിരിയുകയാണ് ചെയ്തത്. കാരണം ചെന്നൈയുടെ ടീം ടോട്ടൽ മൊത്തത്തിൽ 20 ഓവറിൽ 188 റൺസാണ് കിട്ടിയത്. ഉർവിൽ പട്ടേലിനെ പരീക്ഷിച്ചു, പക്ഷേ ഉർവിൽ പട്ടേൽ 3 പന്തിൽ നിന്ന് 4 റൺസിന് പുറത്തായി. അപ്പം തന്നെ ഉർവിൽ പട്ടേലിനെ മാറ്റി സർഫറാസ് ഖാനെ കൊണ്ടുവന്നു. സർഫറാസ് ഖാനാണെങ്കിൽ ഫസ്റ്റ് ബോൾ ഡക്കായിട്ട് മാറി, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നതാണ്. ഡെവോൾ പ്രൈവസ് ആവട്ടെ 9 ബോളിൽ നിന്ന് 2 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 22. ശിവം ദുബെ 17 ബോളിൽ നിന്ന് 22 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 129. ജേമി ഓവർട്ടനാണ് 6 ബോളിൽ നിന്ന് ഒരു 18 റൺ അടിച്ചത്, അത് സ്ട്രൈക്ക് റേറ്റ് 300. ബാക്കി എല്ലാവരും നിരാശരായി. 20 ഓവറിൽ നിന്ന് 158 റൺസ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ശരി, സ്ലോ പിച്ചായിരിക്കും, ബാറ്റർമാർക്ക് കണക്ട് ചെയ്യാനൊന്നും കഴിയുന്നില്ല എന്ന് വിചാരിച്ച് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് നോക്കി. ഗുജറാത്ത് ടൈറ്റൻസ് ആവട്ടെ ഈ IPL സീസണിലെ തന്നെ ഏറ്റവും വലിയ ടെസ്റ്റ് ടീമെന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ട് സായ് സുദർശൻ 46 ബോളിൽ നിന്ന് 87 റൺ അടിച്ചു. 4 4-ഉം 7 6-ഉം, സ്ട്രൈക്ക് റേറ്റ് 189. ശുഭ്മൻ ഗിൽ 23 ബോളിൽ നിന്ന് 33 റൺ, സ്ട്രൈക്ക് റേറ്റ് 143. ജോസ് ബട്ട്ലർ 30 ബോളിൽ നിന്ന് 39 റൺ, 130. കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. GT 16.4 ഓവറിൽ 162 റണ്ണ് പുല്ലുപോലെ അടിച്ച് 10 റൺസ് പെർ ഓവറിൽ അവർ കളി ജയിച്ചുകൊണ്ട് പോയി. ഇവിടെയാണ് പ്രശ്നം. അതായത് നമ്മളപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ചെന്നൈ ഇങ്ങനെ കളിക്കുന്നത്. ഇതേ ഇൻറ്റൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ് ചെന്നൈക്ക് കഴിഞ്ഞ സീസണിലുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലും ഒക്കെ തന്നെ ചെന്നൈക്ക് ഉണ്ടായിരുന്ന പ്രശ്നവും ഇത് തന്നെയാണ്. ഇത് തന്നെ അവർ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിൽക്കുന്നത്. വൈ ദിസ് ടീം ഇസ് പ്ലേയിങ് ലൈക്ക് ദിസ്? എന്താണ് ഇതിന് കാരണം? ക്യാപ്റ്റൻസി ആണോ? മാനേജ്മെൻറ്റ് കൊടുക്കുന്ന ഡിസിഷൻസ് ആണോ? ഫ്ലെമിംഗ് പോലും ഇന്നലെ ഗെയ്ക്വാദിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ അനുകൂലിച്ച് സംസാരിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം ഓർ എൽസ് അക്സെപ്റ്റ് ഇറ്റ്, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ അവസ്ഥ വളരെ മോശമാണ്. അതാണ് നമ്മൾ ഇപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ കാരണം പോയിൻറ്റ്സ് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CSKയുടെ അവസ്ഥ എന്ന് പറയുന്നത് 8 മത്സരങ്ങളാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 3 ജയം. ആ 3 ജയങ്ങൾ ആലോചിച്ച് നോക്കണം, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. 3 ജയങ്ങൾ, 5 തോൽവി. ആ 5 തോൽവിയിൽ CSKയുടെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 6ആണ്. 6ാമതാണ് പോയിൻറ്റ്സ് ടേബിളിൽ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ പകുതിയും കഴിഞ്ഞാണ് ഇപ്പോൾ IPL പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അടുത്ത 6 മത്സരങ്ങൾ വളരെ നിർണായകമാണ് CSKയ്ക്ക്. മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ അവസാനം കിടക്കാം. അതാണ് CSKയുടെ ഒറ്റ വാക്കിൽ നിലവിൽ പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.